ലൈഫ് ആൻഡ് ലിംബ് എന്ന സംഘടനയുടെ കൈത്താങ്ങിൽ 41 പേർ ശാരീരിക പരിമിതികളെ മറികടന്ന് മറ്റുള്ളവർക്കൊപ്പം നടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കോട്ടയത്ത് ലൈഫ് ആൻഡ് ലിംബ് സംഘടിപ്പിച്ച പരിപാടിയിൽ കാലുകൾ നഷ്ടപ്പെട്ട 41 പേർക്ക് കൃത്രിമ കാലുകൾ വെച്ചു നൽകി. സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് കൃത്രിമ കാൽ വിതരണമായിരുന്നു ഇത്. സന്തോഷ്, അഹാബ്, അജിം, അമ്പിളി, അനീഷ് അങ്ങനെ അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ടവരും പ്രമേഹം മൂലം കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നവരുമൊക്കെയായി മൊത്തം 41 പേർ. വിധിയേൽപ്പിച്ച പ്രഹരത്തിൽ പകച്ചുപോയ ഇവർക്ക് മുന്നിൽ ലൈഫ് ആൻഡ് ലിംബ് സഹാനുഭൂതിയുടെ കരങ്ങൾ നീട്ടിയപ്പോൾ ഇവർ ഇനി വീണിടത്തു നിന്നും എഴുന്നേറ്റ് നടക്കുകയാണ്, തങ്ങളെ മറികടന്നു പോയവർക്ക് ഒപ്പമെത്താൻ. ലൈഫ് ആൻഡ് ലിംബ് സംഘടനയുടെ കൃത്രിമക്കാൽ വിതരണത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് കോട്ടയത്ത് നടന്നത്. ഇരുകാലുകളും ഉറപ്പിച്ച് ചവിട്ടി നിൽക്കാനായവരുടെ സന്തോഷിൻ്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഞങ്ങളെ ജീവിതത്തിലേക്ക് പിടിച്ച് നടത്തിയ ബഹുമാനപ്പെട്ട ശ്രീ ജോൺസൺ സാമുവൽ സാറിനെയും കുടുംബത്തെയും ഈ ലൈഫ് ആൻഡ് ലിംബ് ടീമിനെയും എല്ലാവരെയും നന്ദിയോടെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. 2014 മുതൽ എല്ലാ വർഷവും കാലില്ലാത്തവർക്ക് സൗജന്യമായി കൃത്രിമ കാലുകൾ നൽകി വരുന്ന ലൈഫ് ആൻഡ് ലിംബ് ഇതുവരെ 344 ആളുകളെ തിരികെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ഓട്ടോബൈക്ക് എന്ന ജർമ്മൻ കമ്പനിയുടെ കൃത്രിമ കാലുകളാണ് വെച്ച് നൽകുന്നത്. അമേരിക്കൻ മലയാളിയായ ജോൺസൺ സാമുവലാണ് ലൈഫ് ആൻഡ് ലിംബിൻ്റെ അമരക്കാരൻ. കോട്ടയം ഈരയിൽ കടവിലെ ആൻസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി മുൻ ചീഫ് സെക്രട്ടറി ജിജി തോംസൺ ഉദ്ഘാടനം ചെയ്തു. സഹജീവിയുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നതിലും വലിയ സേവനമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നമുക്ക് മറ്റൊന്നും കാക്ഷിച്ചിട്ട് കാര്യമില്ല. സ്വർഗവും രാജ്യവും ഒക്കെ എന്തിനാ? നമ്മുടെ കൂടപ്പിറപ്പുകളുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നുവെങ്കിൽ, അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരാൻ കഴിയുന്നുവെങ്കിൽ അതിൽ പരം വലുതായിട്ട് എന്താണുള്ളത്? അതാണ് നാം ചെയ്യേണ്ടുന്നത്. ഇത് പറയുകയല്ല, പ്രസംഗിക്കുകയല്ല, അത് ചെയ്ത് കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ മാഹാത്മ്യം. സംവിധായകൻ ബ്ലസി, മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്, മുൻ MLA രാജു എബ്രഹാം, MV ജേഡാലി, വർഗീസ് മാമൻ, പോൾ കറുകപ്പള്ളി തുടങ്ങിയവർ കൃത്രിമ കാലുകൾ സ്വീകരിച്ചവർക്ക് സ്നേഹ ഉപഹാരങ്ങളും കൈമാറി. ലൈഫ് ആൻഡ് ലിംബിൻ്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത അപേക്ഷകരിൽ നിന്നുമാണ് അർഹരായ 41 പേരെ കണ്ടെത്തിയത്. അമൃത ന്യൂസ്, കോട്ടയം.